അതിനുശേഷം ആ നോമ്പ് എപ്പോഴാണ് നിർബന്ധമാകുക എന്നതിന്റെ കാര്യമാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്. ബിറുഇയത്തി ഹിലാലിഹി, ഹിലാൽ കാണേണ്ടതുണ്ട്, മാസപ്പിറ കാണേണ്ടതുണ്ട്. ഔ ഇക്മാലി ശഅബാന 30 യൗമൻ, അല്ലെങ്കിൽ ശഅബാൻ എന്ത് ചെയ്താൽ മതി, 30 പൂർത്തിയായാൽ മതി. അപ്പൊ പിന്നെ മാസപ്പിറവിയുടെ വിഷയമേ ഇല്ല. ശഅബാൻ 30 പൂർത്തിയായാൽ പിന്നീട് പിറ്റേന്ന് റമളാനാണ്. ഇപ്പൊ രണ്ടാലൊരു രൂപത്തിലാണ് നമ്മൾ റമളാൻ മാസത്തിലേക്ക് പ്രവേശിക്കുക എന്നർത്ഥം. ഒന്നാമത്തേത്, ഒരാൾ ഹിലാൽ ദർശിക്കേണ്ടതുണ്ട്, മാസപ്പിറവി ദർശിക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം, മാസപ്പിറവി അത് ദർശിക്കേണ്ടതുണ്ട്. റുഇയത്ത് വളരെ പ്രാധാന്യമാണ്. മാസം ആകാശത്തുണ്ടായത് കൊണ്ട് ഒരു കാര്യമില്ല, മാസം ആകാശത്തുണ്ടാവും, അത് സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കനുസരിച്ച് ചന്ദ്രൻ വളരെ കൃത്യമായി എല്ലാ ദിവസവും ആകാശത്തുണ്ട്. പക്ഷെ എല്ലാ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഗോളശാസ്ത്രം പഠിച്ചിട്ട് എപ്പോഴാണ് ആകാശത്തുണ്ടാകുക, എവിടെയാണ് ഉണ്ടാകുക, ഇതൊക്കെ പഠിക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. നമ്മോട് പറഞ്ഞത് മാസപ്പിറ കാണുന്ന സ്ഥലത്ത് പോയി നോക്കാനാണ്. എളുപ്പമുള്ള, എല്ലാ കാലത്തും ഏത് സാഹചര്യത്തിലും ആർക്കും ഏത് സാധുവിനും പാലിക്കാൻ പറ്റുന്നതാണ് ഇസ്ലാമിക ദീൻ. അല്ലാതെ അതിന് പ്രയാസമുള്ള അതിന്റെ കണക്ക് പഠിച്ചതിന് ശേഷമല്ല. കാരണം ആ കണക്ക് പഠിച്ചതിന് ശേഷമാണ് പിന്നീട് അത്തരത്തിലുള്ള ഗോളശാസ്ത്രവാദക്കാര് ഇസ്ലാമിലേക്ക് കടന്നുകൂടിയത്. അതായത് ആകാശത്ത് പിറയുണ്ട്, അതുകൊണ്ട് ഇന്ന് ഒന്നാണ് എന്ന് പറയും. അങ്ങനെ ഒന്നാവുകയില്ല. ഇസ്ലാമിക കലണ്ടറിൽ ഒന്നാകണമെങ്കിൽ അത് നമ്മൾ കാണണം, നമ്മൾ കാണേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഒരാൾ കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയുന്നു ശഅബാൻ 30 യൗമ, ശഅബാൻ 30 പൂർത്തിയായാൽ മതി. 29 അന്ന് കണ്ടിട്ടില്ല ശഅബാൻ, നമ്മൾ പിറ്റേന്ന് ശഅബാൻ 30ആണ്. ഇനി പിന്നെ കാണേണ്ടതുണ്ടോ? വേണ്ട. കാരണം അറബി മാസം അത് ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30ആണ്. അത് 28 കുറയുകയുമില്ല, 31 കൂടുകയുമില്ല. ഇംഗ്ലീഷ് മാസം ഈ 4 വരാറുണ്ട്. 28 വരും, 29 വരും, 30 വരും, 31 വരും. അല്ല, അറബി മാസം ഒന്നുകിൽ 29ആണ് അല്ലെങ്കിൽ 30ആണ്. അതുകൊണ്ട് 29 കണ്ടിട്ടില്ലെങ്കിൽ പിറ്റേന്ന് 30ആണ്. അടുത്ത ദിവസം നേരെ നോമ്പ് ആരംഭിക്കാം. മാസപ്പിറവി കാണേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും 29 അന്ന് കണ്ടിട്ടില്ല എങ്കിൽ പിറ്റേന്ന് എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പ് ആരംഭിക്കാൻ പാടില്ല. 29 അന്ന് കണ്ടിട്ടില്ല എങ്കിൽ സൂക്ഷ്മത എന്ന പേരിൽ റമദാനിന്റെ ഒരു ദിവസം മുമ്പ് നോമ്പെടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. യൗമു ശക്കിൽ നോമ്പെടുക്കാൻ പാടില്ല. അത് റമദാനാണോ? കാരണം മാസപ്പിറവി ഉണ്ടായിട്ടുണ്ടോ ഇല്ല നമുക്ക് അറിയില്ല, മേഘം കാരണത്താൽ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് ശഅബാൻ 30 ആണോ അല്ല റമദാൻ 1 ആണോ നമുക്ക് സംശയമാണ്. ആ സംശയമുള്ള ദിവസം, അതിനാണ് യൗമു ശക്ക് എന്ന് പറയുന്നത്. ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ പാടില്ല. 29 കണ്ടിട്ടില്ല എങ്കിൽ പിറ്റേന്ന് ശഅബാൻ 30 തന്നെ, റമദാൻ 1 ആവുകയില്ല എന്ന കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം അതിന്റെ തെളിവ് പറയുകയാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തുമൂഹു ഫസൂമു, നിങ്ങൾ അതിനെ കണ്ടാൽ, മാസപ്പിറവിയെ കണ്ടാൽ, ഫസൂമു, നിങ്ങൾ നോമ്പ് ആരംഭിക്കുക. മാസപ്പിറവി കണ്ടാലാണ് നോമ്പ് ആരംഭിക്കാൻ പറഞ്ഞത്. വഇദാ റഅയ്തുമൂഹു, നിങ്ങൾ അതിനെ കണ്ടാൽ, ഫഅഫ്തിറു, നിങ്ങൾ നോമ്പ് ഉപേക്ഷിച്ച് പെരുന്നാളിലേക്ക് പ്രവേശിക്കുക. നോമ്പ് കഴിഞ്ഞ് ഇഫ്താർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പെരുന്നാൾ അഥവാ നോമ്പ് പൂർത്തിയാക്കി നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. രണ്ടിനും കാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടിനും കാഴ്ചയാണ്. ഫൈൻ ഗുമ്മ അലൈക്കും ഫഖ്ദിറൂ ലഹ്, ഫൈൻ ഗുമ്മ അലൈക്കും, നിങ്ങൾക്ക് മറയിടപ്പെട്ടാൽ അഥവാ കാഴ്ചയ്ക്ക് മറയിടപ്പെട്ടു, അതെന്തു മറയോ ആകാം. ഫൈൻ ഗുമ്മ അലൈക്കും, ഒന്നുകിൽ മഴ കാരണത്താൽ, അല്ലെങ്കിൽ മഴയില്ല, പൊടിക്കാറ്റാണ്, ആ ഭാഗത്ത് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല, അല്ലെങ്കിൽ മേഘാവൃതമാണ്, വലിയ മേഘങ്ങൾ വന്ന് കിടക്കുകയാണ്, മഴയില്ല പൊടിക്കാറ്റുമില്ല, മേഘങ്ങൾ കിടക്കുകയാണ്, കാണാൻ പറ്റുന്നില്ല. ഫൈൻ ഗുമ്മ അലൈക്കും ഫഖ്ദിറൂ ലഹ്, നിങ്ങൾ അതിനെ കണക്കാക്കിക്കൊള്ളുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫഖ്ദിറൂ ലഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായ ഒരു വിഷയമാണ്. അതായത് ചിലർ പറഞ്ഞു ഫഖ്ദിറൂ ലഹ് എന്ന് പറഞ്ഞാൽ അതിനെ കണക്കാക്കുക എന്ന് പറയുന്നത് ഖദറ എന്ന് പറയുന്ന വാക്കിനർത്ഥം ചുരുക്കുക അഥവാ ലയ്യിക്കാക്കുക, എടുക്കുക എന്ന അർത്ഥമുണ്ട്. അത് 29 കണക്കാക്കുക എന്നൊരു അഭിപ്രായം സഹാബികൾ തൊട്ടേയുണ്ട്. പക്ഷെ മറ്റു സഹാബികളുടെ അഭിപ്രായത്താലും ഹദീസുകളുടെ അടിസ്ഥാനത്തിനാലും ആ അഭിപ്രായം തെറ്റാണ് എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദേഹം തന്നെ കൊടുക്കുന്നുണ്ട്, വഫീ ലഫ്ളിൻ ഫഖ്ദുറു ലഹു 30 എന്നെ വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ 30 കണക്കാക്കുക എന്നാണ് അർത്ഥം, ചുരുക്കുക എന്ന അർത്ഥം അതിലില്ല. ഫഖ്ദുറു ലഹു 30, ശഅബാൻ 30 എപ്പോ? ഫൈൻ ഗുമ്മ അലൈക്കും, ആകാശത്ത് നോക്കി ഒന്നും കാണുന്നില്ല എങ്കിൽ ഫഖ്ദുറു ലഹു 30 ഐ ശഅബാൻ, ശഅബാൻ മാസം അത് 30 കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില റിവായത്തിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതിൽ ഫഅക്മിലു ഇദ്ദത ശഅബാന 30, നിങ്ങൾ ശഅബാൻ മാസം 30 തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറയുന്നു.